Good morning. Good morning, ma'am. Okay, Anjana, Nita, Anjan, good morning. Okay, Harsana, Megha, Rasmina, okay, Deena, Kinosina. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വരെ വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ അത്രയും ഭാഗങ്ങൾ? നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. എന്തായാലും മിസ്സിന്റെ ഡാൻസ് സൂപ്പർ ആയിരുന്നു. ഡാൻസ് ഒക്കെ കണ്ടത് നിങ്ങൾ ഗ്രൂപ്പിലിട്ടിരുന്നോ? ഓക്കെ, സിനിമ വന്നിരുന്നു അല്ലേ? ഓ ഓക്കെ, ശരി ശരി ശരി. മുസ്ലിം എന്റെ അടുത്ത് സംസാരിച്ചിരുന്നോ? ഓർമ്മ സംസാരിച്ചിരുന്നു. ഓ മറന്നു കേട്ടാ. ഓക്കെ, സോറി. നമ്മളെ സംബന്ധിച്ച് നമ്മള് കുട്ടികളെ കാണുന്നില്ല. നിങ്ങൾ ആ വരുന്ന സമയത്ത് പേരൊക്കെ പറയുമ്പോ പേരാണ് പെട്ടെന്ന് കേട്ടോ ഓർമ്മ വരുന്നില്ല. ഓക്കെ, സോറി ടോമസിന, സംസാരിച്ചിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയാണ് മിസ്സിന് പറഞ്ഞത് കേട്ടോ. ശരി, അപ്പൊ നമ്മള് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ വരെയാണ് നമ്മൾ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളിപ്പോ ഗ്രീവൻസസ് എന്താണ്, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, സോഴ്സസ് ഓഫ് ഗ്രീവൻസസ് അല്ലെ? ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. എന്താണ് സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ? നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതില് നിരവധി സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും 6 സ്റ്റെപ്പുകളാണ് വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. The steps involved in grievance handling procedure are shown below. Okay, ഏതൊക്കെയാണ് 6 സ്റ്റെപ്പുകൾ നോക്കി. ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ ഓൾറെഡി കൊടുക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ്. എന്ന് വെച്ചാൽ നമ്മൾ പരാതികൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിഫൈൻ കറക്റ്റ്ലി. നമ്മൾ ആ ഗ്രീവൻസസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം. എന്താണ് ഗ്രീവൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെസിഫൈ ചെയ്യാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷൻ ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം, ശേഖരിക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? അനലൈസ് ആൻഡ് സോൾവ്. അതായത് നമുക്കറിയാം, നമ്മൾ ധാരാളം ഡാറ്റകൾ കളക്ട് ചെയ്തു അല്ലെ? നമുക്ക് ലഭിക്കുന്ന ഈ ഡാറ്റകള് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലെ? നമ്മൾ അതിനെ വിശകലനം ചെയ്ത് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം അല്ലെ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അനലൈസ് ആൻഡ് സോൾവ്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രോംപ്റ്റ് റിഡ്രസൽ. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോംപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രോംപ്റ്റ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പരിഹാരം കാണും അല്ലെ? ഇപ്പൊ എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ഒരുപാട് ലാഗ് ചെയ്ത് വെക്കരുത് അല്ലെ? പെട്ടെന്ന് പരിഹാരം കാണുമ്പോഴാണ് അതിനൊരു എന്തുള്ളൂ, ഒരു ഇഫക്റ്റീവ്നെസ് ഉള്ളൂ. സോ പ്രോംപ്റ്റ് റിഡ്രസൽ, പെട്ടെന്നുള്ള പരിഹാരം. ലാസ്റ്റ് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുക, ആ സൊല്യൂഷൻ നമ്മൾ നടപ്പിലാക്കുക, അതിനെ തുടർന്ന് തുടർ നടപടികൾ എടുക്കുക, ഫോളോ അപ്പ് നടത്തുക അല്ലെ? തുടർ നടപടികൾ എടുക്കുക. ഇത്രയുമാണ് ഇതിൽ വരുന്നത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൽ വരുന്ന സ്റ്റെപ്പുകൾ. അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റും. ആലോചിച്ച് എന്തൊക്കെ 6 സ്റ്റെപ്പുകള്? ഫസ്റ്റ് വൺ,
ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് അല്ലെ, ഗ്രീവൻസസുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഡിഫൈൻ കറക്റ്റ്ലി. എന്താണ് ഗ്രീവൻസ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും അല്ലെ, സ്പെസിഫൈ ചെയ്യാം. മൂന്നാമത് എന്താണ്? ഡാറ്റ കളക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഡാറ്റ കിട്ടി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാറ്റകൾ നമ്മൾ വിശകലനം ചെയ്യും അല്ലെ, അനലൈസ് ആൻഡ് സോൾവ്. നമ്മൾ അതിനെ വിശകലനം ചെയ്ത് നമ്മൾ അതിൽ നിന്നും എന്ത് ചെയ്യാണ്? ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താം. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രോംപ്റ്റ് റിഡ്രസൽ. പെട്ടെന്നുള്ള ഒരു പരിഹാരം, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാം? ആ സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് പരിഹാരം കാണാം അല്ലെ. ഓക്കെ, ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. നമ്മളത് നടപ്പിലാക്കിയതിനു ശേഷം കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് നടത്തണം. ഓക്കെ, കിട്ടിയ 6 സ്റ്റെപ്പുകള്. ഇനി ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, 6 സ്റ്റെപ്പുകൾ ഓക്കെയാണ് നിങ്ങൾക്ക്? മനസ്സിലായോ? ഒന്ന് ആലോചിച്ചാൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കിട്ടില്ലേ? 6 സ്റ്റെപ്പുകൾ നോക്കാതെ കിട്ടില്ലേ? ഓക്കെ, നോക്കാം. ഫസ്റ്റ് നോക്കി, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? Those grievances of employees which are not being disclosed must be recognized by the management. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസ്, ജീവനക്കാര് അവർ ഡിസ്ക്ലോസ് ചെയ്യാത്ത പരാതികൾ പോലും, പരാതി എന്നല്ല കേട്ടോ, കറക്റ്റ് പരാതി എന്നല്ല ആക്കിയത്, ആശങ്കകളാണ്, ശരി, കൺസേൺസ് ആണ് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ജീവനക്കാര് അവർ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഗ്രീവൻസസുകള് മാനേജ്മെന്റിന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ മാനേജ്മെന്റിന് അറിയാൻ പറ്റുക? എംപ്ലോയീസ് ഡിസ്ക്ലോസ് ചെയ്യാണ്ട് എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങളെ പറ്റി മാനേജ്മെന്റിന് മനസ്സിലാക്കാൻ പറ്റും? എല്ലാവരും എല്ലാം എന്ത് ചെയ്യില്ല, ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല അല്ലെ. ഇപ്പൊ ജീവനക്കാര് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഗ്രീവൻസസ് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ എങ്ങനെ മാനേജ്മെന്റിന് തിരിച്ചറിയാൻ പറ്റുന്നത്? മറ്റു പല മാർഗങ്ങളുണ്ട്. നമുക്ക് സർവേകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ, എംപ്ലോയീസിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ സർവേകൾ കണ്ടക്ട് ചെയ്യാം, റെഗുലർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം, അതുപോലെ സജഷൻ ബോക്സുകൾ സ്ഥാപിക്കാം. അങ്ങനെയൊക്കെ വരുന്നത് എന്താണ്? അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റിന് ഈ പറയുന്ന ജീവനക്കാരുടെ ഗ്രീവൻസസുകള് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അല്ലാണ്ട് എല്ലാം ചെന്ന് മാനേജ്മെന്റിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നില്ല അല്ലെ. ഈ രീതിയിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജീവനക്കാരെ ഡിസ്ക്ലോസ് ചെയ്യാത്ത മറ്റു പല ഗ്രീവൻസസുകളും ആർക്ക് തിരിച്ചറിയാൻ സാധിക്കണം? മാനേജ്മെന്റിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ്. Those grievances of employees which are not being disclosed must be recognized by the management. Okay. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിഫൈൻ കറക്റ്റ്ലി. നമ്മളത് കറക്റ്റ് ആയിട്ട് ഗ്രീവൻസ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം. അതിന്റെ റൂട്ട് കോസ് എന്താണ്, അതിന്റെ മൂല കാരണം എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ആഫ്റ്റർ ഐഡന്റിഫൈങ് ദി ഗ്രീവൻസസ് the management should correctly define them. നമ്മൾ ഇങ്ങനെ ഗ്രീവൻസസുകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപാട് ഗ്രീവൻസസുകൾ ഉണ്ടായിരിക്കാം അല്ലെ, ചിലപ്പോ 1-2 ഗ്രീവൻസസ് ഉണ്ടാവാനും മതി. ഇത് തന്നെയാണെങ്കിലും നമ്മൾ ആ ഗ്രീവൻസസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് കൂടെ കണ്ടെത്താം. അതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ ഒരു ഗ്രീവൻസ് ഉണ്ടാകുന്നത്, അതിന്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്പെസിഫൈ ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ, ദാറ്റ് മീൻസ് every data related to grievance must be gathered from all sources, and after that it should be classified as fact, data, opinions, etc. അതായത് നമ്മൾ ഈ പരമാവധി നമ്മൾ ഗ്രീവൻസസുകളൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ ശേഖരിക്കും. നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സോഴ്സുകളിൽ നിന്നും ഈ പറയുന്ന വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും? ഒന്ന്, നമുക്ക് എംപ്ലോയീസിന്റെ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് വിവരങ്ങൾ കളക്ട് ചെയ്യാം അല്ലെ. എംപ്ലോയീസിന്റെ അവരുടെ റിപ്പോർട്ടുകൾ നമുക്ക് പരിശോധിച്ച് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഡാറ്റകൾ കിട്ടും. അതുപോലെ തന്നെ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാം. എന്തെങ്കിലും ഗ്രീവൻസസുകളോ എന്തെങ്കിലും ഇവന്റ്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷികളായിട്ടുള്ള മറ്റു ജീവനക്കാർ അവിടെ ഉണ്ടാവും. അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ. വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാം. അതുപോലെ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ നടപ്പിലാക്കിയിട്ടുള്ള എന്താണ് പോളിസികൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാം?
അത് നമുക്ക് പരിശോധിക്കാം അല്ലെ. അവിടെ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികൾ, അതുപോലെ തന്നെ പ്രൊസീജിയറുകൾ അതെന്തൊക്കെയാ നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഫോംസുകളൊക്കെ എക്സാമിൻ ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ പല പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ഡാറ്റകൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. അതൊക്കെ നമ്മൾ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത് നോക്കി. ഇറ്റ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് ഫാക്ട്, ഡാറ്റ, ഒപ്പീനിയൻസ്, എക്സെട്ര. അതിന് നമ്മൾ ഫാക്ടുകള്, ഡാറ്റകള്, ഒപ്പീനിയൻസ് അങ്ങനെ നമ്മൾ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫാക്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഗ്രീവൻസസ് ഉണ്ടായിട്ടുള്ള ടൈം, ഡേറ്റ്, എന്ത് ഗ്രീവൻസസ് ആണ്, അങ്ങനെ നമ്മൾ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് തിരിക്കാം. അതായത് എന്താണ് ആ ഗ്രീവൻസ് ഉണ്ടായിട്ടുള്ളത്, ഏത് ഡേറ്റിലാണ് അല്ലെങ്കിൽ ഏത് സമയങ്ങളിലാണ് ഗ്രീവൻസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എന്ത് ഗ്രീവൻസസ് ആണ്, അങ്ങനെ നമ്മൾ ഫാക്ടുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും കേട്ടോ. നമ്മൾ എത്ര തവണ അല്ലെ, എത്ര നമ്പർ ഓഫ് ഗ്രീവൻസസ് വന്നിട്ടുണ്ട്, അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അത് അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഒപ്പീനിയൻസ് മീൻസ് നമ്മൾ ഓരോ ഗ്രീവൻസസ് ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ പെർസ്പെക്ടീവ്സ് എന്താണ്, അതായത് ആ ഒരു ഗ്രീവൻസസിനെ മറ്റുള്ള ആളുകൾ ഏതിലൂടെയാണ്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ഇനി അവരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ആ ഗ്രീവൻസസിന് അതിനെ പറ്റിയുള്ള അവരുടെ ഒപ്പീനിയൻസ് എന്താണ്, അത് നമ്മൾ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്യുക. പിന്നെ എവിഡൻസസ്, അങ്ങനെ നമ്മൾ പലതായിട്ട് എന്ത് ചെയ്യുക, ഈ ലഭിച്ച ഡാറ്റകളെ നമ്മൾ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫാക്ടുകള്, ഡാറ്റകള്, ഒപ്പീനിയൻസ്, എവിഡൻസസ് എന്ന് പറഞ്ഞ് നമ്മൾ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറെ കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, അനലൈസ് ആൻഡ് സോൾവ്. അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ലഭിച്ച ഈ ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമ്മൾ എക്സാമിൻ ചെയ്യാം അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യാം അല്ലെ. വിശകലനം ചെയ്ത് അതിന്റെ ഒരു ട്രാക്കും ട്രെൻഡും പാറ്റേൺസും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാം. അതോടൊപ്പം ഓരോ ഗ്രീവൻസസിന്റെയും ഇമ്പാക്ട്, അതിന്റെ സ്വാധീനം, അതിന്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം. അത് അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ സൊല്യൂഷൻസുകൾ ഡെവലപ്പ് ചെയ്യാം. അത് നമുക്ക് ഒരു സൊല്യൂഷൻ ആവില്ല, ചിലപ്പോൾ ഒരുപാട് സൊല്യൂഷൻസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. അതിൽ നിന്നും വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനം. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അനലൈസ് ആൻഡ് സോൾവ്. ആഫ്റ്റർ ഡാറ്റ കളക്ഷൻ, analysis of information must be done in order to develop alternative solutions and select the ബെസ്റ്റ് സൊല്യൂഷൻ. മനസ്സിലായോ? അതായത് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ലഭിച്ച ഇൻഫർമേഷനെ അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾ കണ്ടെത്തുക അല്ലെ, പരിഹാരങ്ങൾ കണ്ടെത്തുക. അതിൽ നിന്നും വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ചറിയും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ഡാറ്റകൾ കളക്ട് ചെയ്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഓരോ ഗ്രീവൻസസിന്റെ സിവിയറിറ്റി, തീവ്രത എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ആളുകളിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ അത് പരിഹരിക്കാനുള്ള സൊല്യൂഷൻസുകൾ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസുകൾ ഉണ്ടാകാം. അതിൽ നിന്നും വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, അതാണ് അനലൈസ് ആൻഡ് സോൾവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് റിട്രസൽ ആണ്. പെട്ടെന്ന് നമ്മൾ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, അതിന് വൈകിക്കരുത്. അത് എത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രോംപ്റ്റ് റിട്രസൽ. After the analysis of grievances, it must be redressed immediately by implementing the solution in a speedy manner. Okay, നമ്മളിപ്പം സ്റ്റെപ്പിൽ നമ്മൾ ഒരു സൊല്യൂഷനെ നമ്മൾ കണ്ടെത്തി, എന്ത് ചെയ്യണം, ആ ഒരു സൊല്യൂഷനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം അല്ലെ. അപ്പൊ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ അവിടെ നടത്തിയിരിക്കണം അല്ലെ. എല്ലാ നെസസറി സ്റ്റെപ്സുകളും എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കാൻ വേണം. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. പ്രോംപ്റ്റ് റിട്രസൽ കേട്ടോ. നമ്മൾ ആ സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകാം. അതിനുശേഷം എന്താണ്, ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ് അല്ലെ. നമ്മൾ അത് നടപ്പിലാക്കുന്നു, അതിന്റെ തുടർ നടപടികൾ നമ്മൾ ഫോളോ അപ്പ് നടത്തും അല്ലെ. ദാറ്റ് മീൻസ് there should be follow up after the implementation of the solution to check the effectiveness of the solution.
നമ്മളൊരു സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. അതിന്റെ തുടർ നടപടികൾ നമ്മൾ എടുക്കണം. എന്തിനാ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ സൊല്യൂഷൻസുകൾ നടപ്പിലാക്കിയത് ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 6ാമത്തെ സ്റ്റെപ്പ് അവിടെ നടത്തുന്നത്. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. നമ്മൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അത് ഇംപ്ലിമെന്റ് ചെയ്തു, അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇംപ്ലിമെന്റ് ചെയ്ത സൊല്യൂഷൻ ഇഫക്റ്റീവ് ആണോ, അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഗ്രീവൻസ് റിഡ്യൂസൽ പ്രൊസീജിയർ 6 സ്റ്റെപ്പും ഓക്കെ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് അല്ലെ. ഓക്കെ, എന്നിട്ട് എംപ്ലോയീസ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്ത ഗ്രീവൻസസുകൾ പോലും തിരിച്ചറിയാനാണ് മാനേജ്മെന്റിന് സാധിക്കണം. രണ്ടാമത്തത് ഡിഫൈൻ എന്താണ് കറക്റ്റ്ലി ഗ്രീവൻസസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തുന്നു. മൂന്നാമത്തെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡാറ്റ കളക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഫാക്ട്, ഡാറ്റ, ഒപ്പീനിയൻ, എവിഡൻസ്, അങ്ങനെ നമ്മൾ പല പല കാറ്റഗറി എടുത്തിരിക്കുന്നു. അതിനുശേഷം അനലൈസ് ആൻഡ് സോൾവ്. നമുക്ക് ലഭിച്ച ഡാറ്റകളെ നമ്മൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ അതിൽ നിന്നും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? പ്രോംപ്റ്റ് റിഡ്രസൽ. നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷനെ ഇത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. അത് നടപ്പിലാക്കിയിട്ട് നമ്മൾ അതിന് ഫോളോ അപ്പ് എടുക്കുക അല്ലെ. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സൊല്യൂഷൻ ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് ാണ് ഈ 6 സ്റ്റെപ്പുകളുടെ. അത് വായിച്ചു നോക്കി, നിങ്ങൾ വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഗ്രീവൻസ് മെഷീനറി അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഓക്കെ, അപ്പോ ആദ്യം നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വർഷമാണ് കേട്ടോ. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വർഷം എന്നാണ്? 1947 ആണ് കേട്ടോ. 1947. നമ്മൾ ഒരിക്കലും മാർക്കില്ല അല്ലെ. കാരണം എന്താ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അന്നാണ് ആ ഒരു ആക്ട് വന്നിട്ടുള്ളത് കേട്ടോ. വ്യാവസായിക തർക്ക നിയമം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വ്യാവസായിക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ടേമാണ് ഗ്രീവൻസ് മെഷീനറി. ഓക്കെ, എന്താണ് ഗ്രീവൻസ് മെഷീനറി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. ഗ്രീവൻസ് മെഷീനറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഓർഗനൈസേഷനുള്ളിൽ വെച്ച് തന്നെ ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനെ, കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീവൻസ് മെഷീനറി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഗ്രീവൻസ് മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വെച്ച് തന്നെ ജീവനക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് ഗ്രീവൻസ് മെഷീനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോ നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന വ്യാവസായിക തർക്കങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രീവൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്ന ഒരു ആക്ട് ആണ് എന്ത്? നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അതുകൊണ്ടാണ് നമ്മൾ അത് അതിന്റെ അണ്ടറിൽ പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എന്ത് വരും? ഇങ്ങനെയുള്ള ഗ്രീവൻസസ് ഒക്കെ വരുന്നുണ്ട്.
അത് പരിഹരിക്കാനുള്ള ഒരു എന്താ പറയാ നിയമപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തരുന്ന ഒരു ആക്ട് ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1940. അതിന്റെ കീഴിലാണ് നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസ് മിഷനറിയെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. ഗ്രീവൻസ് മിഷനറി എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് വായിക്കുന്നത് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Grievance machinery is the procedure of conveying the grievances to the higher authorities or concerned people from the time of their occurrence till the time of their settlement. Underline ചെയ്യാട്ടോ, എന്താണ് ഗ്രീവൻസ് മിഷനറി എന്നതിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് പരാതികൾ ഉണ്ടാകുന്ന സമയം തൊട്ട് അത് സെറ്റിൽമെന്റ് ചെയ്യുന്നത് വരെ, അത് പരിഹരിക്കുന്നത് വരെ ഉന്നത അധികാരികളിലേക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്കോ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീവൻസ് മിഷനറി ഉദ്ദേശിക്കുന്നത്. അതായത് പരാതികൾ ഉണ്ടാകുന്ന സമയം തൊട്ട് അത് പരിഹരിക്കുന്നത് വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിലേക്കോ എത്തിക്കുന്നതിനുള്ള ആ ഒരു നടപടിക്രമങ്ങൾ, പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീവൻസ് മിഷനറി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഏത് ആക്ടിന്റെ കീഴിലാണ് എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 കീഴിലാണ് അത് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു സെന്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നോക്കാം, grievances turn complicated for the settlement once they have reached the highest stage of grievance process. Therefore, it is advisable to settle the grievances in its early stage. നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഗ്രീവൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തണം. ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് സെറ്റിൽമെന്റ് പരിഹരിക്കണം. അല്ലാതെ അതിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചിട്ട് പിന്നെ നമ്മൾ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്രീവൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു പരിഹാരം കാണാന്നുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് അത് ഏറ്റവും ഉയർന്ന തലത്തിലോട്ട് എത്തിയിട്ട് പിന്നെ നമ്മൾ അതിന് പരിഹാരം കാണുക എന്ന് പറയുന്നത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ പരിചയപ്പെടാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 9C of Industrial Dispute Act 1947, grievance management machinery is as follows. ഓർത്ത് വെക്കാം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 സെക്ഷൻ 9C ഏത് സെക്ഷൻ ആണ്, സെക്ഷൻ 9C ആണ് കേട്ടോ. 9C എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസ് മിഷനറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. ഏത് സെക്ഷൻ ആണ്, സെക്ഷൻ 9C ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആ ഒരു സെക്ഷനിലാണ് ഗ്രീവൻസ് മിഷനറിയെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് വ്യവസ്ഥകൾ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എവരി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയിങ് 20 or more workmen shall have one or more grievance redressal committee for the resolution of disputes arising out of individual grievances. അതായത് നമ്മൾ ഈ പറയുന്ന 20ൽ കൂടുതൽ ജീവനക്കാര് ജോലി ചെയ്യുന്ന ഏതൊരു വ്യാവസായിക സ്ഥാപനത്തിലും ഈ പ്രശ്നങ്ങള്, ഇങ്ങനെയുള്ള ഗ്രീവൻസസ് പരിഹരിക്കുന്നതിനായിട്ട് ഒന്നോ അതിലധികമോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ വ്യവസ്ഥ അതാണ്. അതാണ് 20ൽ കൂടുതലോ ജീവനക്കാര് വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യാവസായിക സ്ഥാപനത്തിലും ഈ പറയുന്ന വ്യക്തിഗത ഗ്രീവൻസസുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി, അതായത് പരാതി പരിഹാര സമിതികൾ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥയായിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എവരി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയിങ് 20 or more workmen shall have one or more grievance redressal committee for the resolution of disputes arising out of individual grievances. Then രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, the grievance redressal committee shall consist of an equal number of members from the employer and the workman. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്കകത്ത് ഈ പറയുന്ന എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും, തൊഴിലുടമകളുടെ ഭാഗത്തു നിന്നും, തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും തുല്യ എണ്ണം അംഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ എംപ്ലോയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ മാനേജ്മെന്റ് ആണെന്ന് ഇരിക്കുന്നത്. ഇപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു 3 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ, ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എത്ര അംഗങ്ങൾ ഉണ്ടാവണം? 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അതായത് എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും തുല്യ എണ്ണം അംഗങ്ങളാണ് എവിടെ ഉണ്ടായിരിക്കേണ്ടത്,
ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? The chairperson of the grievance redressal committee shall be selected from the employer and from among the workmen alternatively on rotation basis every year. അതായത് എല്ലാ വർഷവും ഓരോ വർഷവും നമ്മൾ ഈ പറയുന്ന കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അത് ഓരോ വർഷവും ഈ പറയുന്ന എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും അതുപോലെ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ആൾട്ടർനേറ്റീവ് ആയിട്ട് വേണം തെരഞ്ഞെടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വർഷം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള ഒരാളാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ഒരാളെ ചെയർപേഴ്സൺ ആക്കാം. അടുത്ത ഇയർ വരുമ്പോൾ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന്, പിന്നത്തെ ഭാഗത്തു നിന്ന് വരുമ്പോൾ എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന്, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ വർഷം തോറും ആൾട്ടർനേറ്റീവ് ആയിട്ട് എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യണം? ആളുകളെ പറയുന്ന ആളുകളെ ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കും. ഓക്കെ, അതാണ് അവിടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് നാലാമത്തെ പോയിന്റ് ഇതാണ്. The total number of members of the grievance redressal committee shall not exceed more than 6. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 എണ്ണത്തിൽ കൂടാനായിട്ട് പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര വരെ പാടുള്ളൂ? 6 മെമ്പേഴ്സ് വരെ പാടുള്ളൂ. 6 എണ്ണത്തിൽ കൂടാനായിട്ട് പാടില്ല. ഓക്കെ, മനസ്സിലായ? ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ 6 അംഗങ്ങളിൽ കൂടാനായിട്ട് പാടുള്ളത്. അത് മാത്രമല്ല, it is provided that there shall be, as far as practicable, 1 woman member if the grievance redressal committee has 2 members, and in case the number of members are more than 2, the number of women members may be increased proportionally. അതായത് നമ്മളിപ്പോ ഒരു കമ്മിറ്റിക്കകത്ത് 2 അംഗങ്ങൾ ഉള്ളൂ എന്ന് വിചാരിക്കാം. മാക്സിമം 6 അംഗങ്ങളെ പാടുള്ളൂ, 6 അംഗത്തിൽ കൂടാനായിട്ട് പാടില്ല. 2 അംഗങ്ങളെ ഉള്ളൂ എന്ന് വിചാരിക്കാം. അതിൽ ഒരംഗം പുരുഷനാണെങ്കിൽ മറ്റേ അംഗം കഴിയുമെങ്കിൽ സ്ത്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അതായത് ഒരംഗം 2 പേരെ ഉണ്ടെങ്കിൽ ഒരംഗം പുരുഷനാണെങ്കിൽ ഒരംഗം ആരായിരിക്കണം? സ്ത്രീയായി. ഇനി ഈ പറയുന്ന അംഗങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് നമുക്ക് സ്ത്രീകളുടെ എണ്ണം എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാം. അപ്പൊ മൊത്തം 4 അംഗങ്ങൾ ഉള്ളൂ എന്ന് വിചാരിക്കും. 2 പുരുഷന്മാരാണെങ്കിൽ 2 സ്ത്രീകളെ വെക്കാം. ഇനി 6 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 3 പുരുഷന്മാരാണെങ്കിൽ അതിന് ആനുപാതികമായിട്ട് 3 സ്ത്രീകൾ കേട്ടോ. അപ്പൊ ഇങ്ങനെ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് നമുക്ക് ആരുടെ എണ്ണം വർദ്ധിപ്പിക്കാം? ഈ പറഞ്ഞ സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. പുരുഷന്മാരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് വേണം സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയ പോയിന്റ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തത് 5ാമത്തെ പോയിന്റിനാണ്. Notwithstanding anything contained in this section, the setting up of grievance redressal committee shall not affect the right of the workman to raise industrial dispute on the same matter under the provisions of this act. അതായത് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്കപ്പുറമായിട്ട് നമ്മൾ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുമ്പോൾ അതൊരിക്കലും വർക്കമൻ എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളുടെ അവകാശങ്ങളെ ഹനിക്കാനായിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ എംപ്ലോയീസിന്റെ അവകാശങ്ങളെ എന്ത് ചെയ്യാണ്? ബാധിക്കാത്ത തരത്തിൽ വേണം നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ പോയിന്റ്. ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുമ്പോൾ ഒരു കാരണവശാലും അവിടുത്തെ ജീവനക്കാരുടെ അവകാശങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ്. അവരുടെ അവകാശങ്ങൾ ഒരിക്കലും ഹനിക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മളൊരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഓക്കെ, 6ാമത്തെ പോയിന്റ് ഇതാണ്. The grievance redressal committee may complete its proceedings within 30 days on receipt of a written application by or on behalf of the aggrieved party. 30 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതായത് നമുക്കൊരു ജീവനക്കാരന്റെ പേരില് രേഖാമൂലമുള്ള പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്ക് 30 ദിവസത്തിനുള്ളിൽ അതിന് പരിഹാരം കാണാം. എത്ര ദിവസം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. 30 days ആണ് കേട്ടോ. അതായത് ജീവനക്കാരന്റെ പേരില് ഏതെങ്കിലും എംപ്ലോയിയുടെ പേരിൽ അവർക്ക് രേഖാമൂലം പരാതി ലഭിച്ചു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ കമ്മിറ്റി എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ അത് ഒത്തുതീർപ്പാക്കി കൊടുക്കണം. അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം. എത്ര ദിവസത്തിനുള്ളിലാണ്? 30 days-ന് ഉള്ളിൽ. ഓക്കെ, അടുത്തത് കേട്ടോ. 7ാമത്തെ പോയിന്റ് ഇതാണ്. The workman who is aggrieved of the decision of the grievance redressal committee may prefer an appeal to the employer
against the decision of grievance redressal committee, and the employer shall, within 1 month from the date of receipt of such appeal, dispose of the same and send a copy of his decision to the workman concerned. അത് വേറൊന്നുമല്ല, അതായത് നമ്മളിപ്പോ കമ്മിറ്റിയുടെ തീരുമാനത്തില് നമുക്കൊരു പരാതി ഉണ്ടായി, ഒരു എംപ്ലോയിക്ക് ഒരു പരാതി ഉണ്ടായി, അവരെന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്ക് മുമ്പാകെ ആ ഒരു പരാതി സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, കമ്മിറ്റി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. പക്ഷെ ഈ കമ്മിറ്റിയുടെ തീരുമാനത്തിന് പരാതിക്കാരന് അതൃപ്തി ഉണ്ടെന്ന് വിചാരിക്കും. അവര് പറഞ്ഞ സൊല്യൂഷനിൽ ഇയാൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, പരാതിക്കാരന് അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, കമ്മിറ്റിക്കെതിരായിട്ട് എംപ്ലോയറിന്റെ അടുത്തേക്ക് അപ്പീല് പോകാവുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് കമ്മിറ്റിയുടെ തീരുമാനത്തിന് അതൃപ്തിയുള്ള ഒരു ജീവനക്കാരന് കമ്മിറ്റിക്കെതിരായിട്ട് ആരുടെ അടുത്തേക്ക് അപ്പീല് പോകാം, എംപ്ലോയറിന്റെ അടുത്തേക്ക് അപ്പീല് പോകാവുന്നതാണ്. അപ്പൊ എംപ്ലോയർ എന്ത് ചെയ്യണമെന്ന് അറിയോ, എംപ്ലോയർ ഈ ഒരു പരാതി സ്വീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ അതിനൊരു ഒത്തുതീർപ്പാക്കി കൊടുക്കണം. മാത്രമല്ല അതിന്റെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുക്കണം, എംപ്ലോയിക്ക് അയച്ചു കൊടുക്കാൻ വേണം. അതാണ് അവിടെ പറഞ്ഞത്. Okay, അതാണ് കേട്ടോ. The workman who is aggrieved of the decision of the grievance redressal committee may prefer an appeal to the employer against the decision of grievance redressal committee, and the employer shall within 1 month from the date of receipt of such appeal dispose of the same and send a copy of his decision to the workman concerned. Okay. എട്ടാമത്തെ പോയിന്റ് ഇതാണ്, നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ ഷാൾ അപ്ലൈ ടു ദ വർക്ക്മെൻ ഫോർ whom there is an established grievance redressal mechanism in the establishment concern. ഇനി നമ്മൾ ഈ പറയുന്ന സ്ഥാപനത്തില് ഈ പറയുന്ന വ്യവസ്ഥകള് ഒന്നും തന്നെ, ഈ വ്യവസ്ഥകള് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് നല്ലൊരു ഗ്രീവൻസ് റിഡ്രസൽ എന്താ പറയാ മെക്കാനിസം ഉണ്ടെന്ന് വിചാരിക്കും. അതായത് നമ്മൾ കമ്മിറ്റി ഇല്ലാതെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് നല്ലൊരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യവസ്ഥകൾ നമ്മുടെ ബാധകമാണ്. ഈ പറയുന്ന വ്യവസ്ഥകൾ എപ്പോഴാണ് ബാധകമാവുന്നത്, അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തില് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആക്ട് പ്രകാരം ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി രൂപീകരിക്കണം. അത് പ്രകാരം ഈ പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് വേണം നമ്മളത് രൂപീകരിക്കാൻ. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ, ചില വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഓൾറെഡി ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥകൾ നമ്മുടെ ബാധകം. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും പോയിന്റ്സുകൾ? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാണ്, അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 സെക്ഷൻ 9C പ്രകാരമാണ് നമ്മൾ ഗ്രീവൻസ് മിഷനറി സംബന്ധമായിട്ടുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തെ വ്യവസ്ഥ ഇതാണ്, 20 or 20 കൂടുതലോ ജീവനക്കാർ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യാവസായിക സ്ഥാപനത്തിലും ഈ പറയുന്ന ഒന്നോ അതിലധികമോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികൾ, പരാതി പരിഹാര സമിതികൾ ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തത്, ഈ ഒരു കമ്മിറ്റിയില് എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നും തുല്യ എണ്ണം അംഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു കമ്മിറ്റി ആകുമ്പോൾ അതിനൊരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കുമല്ലോ. ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഓരോ വർഷവും അതൊരു ആൾട്ടർനേറ്റീവ് ബേസിസിൽ ഈ പറയുന്ന എന്താണ് എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്നും എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നും ആൾട്ടർനേറ്റീവ് ആയിട്ട് വേണം നമ്മൾ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 കൂടാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ 2 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ കഴിയുമെങ്കിൽ ഒരു അംഗം പുരുഷനാണെങ്കിൽ മറ്റൊരു അംഗം സ്ത്രീ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ അംഗങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പുരുഷന്മാരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് സ്ത്രീകളുടെ എണ്ണം അവിടെ വർദ്ധിപ്പിക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും 6 എണ്ണത്തിൽ കൂടാനായിട്ട് പാടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ജീവനക്കാരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ, ബാധിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളൊരു കമ്മിറ്റി നമ്മൾ രൂപീകരിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത്, ഒരു ജീവനക്കാരന്റെ പേരില് രേഖാമൂലം പരാതി ലഭിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അതിനൊരു തീർപ്പാക്കി കൊടുക്കണം. ഇനി ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ അതൃപ്തിയുള്ള ഒരു ജീവനക്കാരന്റെ സമിതിക്കെതിരായിട്ട് എംപ്ലോയറിന്റെ മുമ്പാകെ അപ്പീല് കൊടുക്കാവുന്നതാണ്. എംപ്ലോയർ എന്ത് ചെയ്യണം, ആ അപ്പീല് സ്വീകരിച്ച് കൃത്യം 30 ദിവസത്തിനുള്ളിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. അതിന്റെ ഒരു കോപ്പി ബന്ധപ്പെട്ട ജീവനക്കാരന്, പരാതിക്കാരനായിട്ടുള്ള ജീവനക്കാരന് അയച്ചു കൊടുക്കാൻ വേണം.
ഇനി അവസാന ഫസ്റ്റ് എല്ലാത്തിനും പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് ഓൾറെഡി ഒരു ഗ്രീവൻസ് മെക്കാനിസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥകളുടെ ബാധകം. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 8 പോയിന്റുകളൊന്നും വായിച്ചു നോക്കൂ കേട്ടോ. എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ഓൾറെഡി ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. ഓൾറെഡി അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥകൾ അവിടെ പാലിക്കേണ്ട. പറയുമ്പോൾ അവിടെ പിന്നെ ഒരു കമ്മിറ്റിയുടെ ആവശ്യം നമുക്ക് വേണ്ട. മനസ്സിലായോ? ഓക്കെ, കമ്മിറ്റിയുടെ ആവശ്യം വേണ്ടാന്നല്ല, ഈ പറയുന്ന വ്യവസ്ഥകൾ പിന്നെ അവിടെ നോക്കണമെന്നില്ലാതെ. കാര്യം നമ്മളിപ്പോ ഈ ഒരു വ്യവസ്ഥകൾ എപ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പൊ ഒരു സ്ഥാപനം, ആ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പ്രത്യേകിച്ച് ഒരു ഗ്രീവൻസ് റിഡ്രസൽ എന്താ പറയാ പ്രൊസീജിയറുകളൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥ പ്രകാരം കമ്മിറ്റി സ്ഥാപിക്കേണ്ടതും ആ കമ്മിറ്റി ഈ രീതിയിലായിരിക്കണം ഫോം ചെയ്യുന്നത്. അതേസമയം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓൾറെഡി ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറുകൾ ഉണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന പല വ്യവസ്ഥകളും അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സുകളാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് കേട്ടോ, പരാതി പരിഹാര മാർഗങ്ങൾ കേട്ടോ, രീതികളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഗ്രീവൻസുകളൊക്കെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് 5 മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. എത്ര മെത്തേഡ് ഉണ്ട്? 5 മെത്തേഡുകൾ കേട്ടോ. ഫസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ്. സെക്കൻഡ് വൺ മീഡിയേഷൻ. തേർഡ് വൺ കൺസിലിയേഷൻ. ഫോർത്ത് വൺ ആർബിട്രേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ അഡ്ജൂഡിക്കേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് 5 മെത്തേഡ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ബാർഗെയിനിങ്, മീഡിയേഷൻ, കൺസിലിയേഷൻ, അതുപോലെ ആർബിട്രേഷൻ, അഞ്ചാമത്തത് അഡ്ജൂഡിക്കേഷൻ. അങ്ങനെ 5 മെത്തേഡുകളാണ് അവിടെ നിലനിൽക്കുന്നത്. ഓരോന്ന് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം കേട്ടോ. മെത്തേഡ്സ് യൂസ്ഡ് ടു റിസോൾവ് ദ ഗ്രീവൻസസ് ആർ ഫോളോസ്. ഫസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗെയിനിങ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ 5 മെത്തേഡുകൾ 5 രീതിയിലാണ്. ഓക്കെ, എല്ലാം കേട്ട് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകരുത്. ഏതാണ് ഏത് മെത്തേഡ്? ഓരോ മെത്തേഡിന്റെ പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അതിലെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആ മെത്തേഡിന്റെ റെസൊല്യൂഷൻ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ പിന്നീട് ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ആ രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയി പോകും കേട്ടോ. അപ്പൊ നോക്കാം, കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് കൂട്ടായ വിലപേശൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഗ്രീവൻസ് റെസൊല്യൂഷൻ ഇഷ്യൂസ് ഓഫ് വാരിയസ് എംപ്ലോയീസ് ആർ റിസോൾവ്ഡ് ടുഗെദർ. ഓക്കെ, കളക്റ്റീവ് ആണ് അല്ലെ. കളക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു കളക്ഷൻ ആണ്, ഒരുമിച്ച്. അതായത് വിവിധ എംപ്ലോയീസിന്റെ, വിവിധ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് പരിഹരിക്കുന്നത്. അതാണ് എന്ത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഗ്രീവൻസ് റെസൊല്യൂഷൻ ഇഷ്യൂസ് ഓഫ് വാരിയസ് എംപ്ലോയീസ് ആർ റിസോൾവ്ഡ് ടുഗെദർ. അതായത് ജീവനക്കാരുടെ വിവിധ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് പരിഹരിക്കുക. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിങ്ങനെ ഒരുമിച്ച് പരിഹരിക്കില്ലേ? അപ്പൊ നമുക്കറിയാം നമ്മൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, ഒരു യൂണിയൻ ലീഡർ ഒക്കെ ഉണ്ടാവും അല്ലെ? യൂണിയൻ ലീഡർ ഉണ്ട്. അപ്പൊ യൂണിയൻ ലീഡറിന്റെ അടുത്ത് പോയി നമ്മൾ എംപ്ലോയീസ് അവരുടെ വിവിധ പ്രശ്നങ്ങൾ ലീഡറിന്റെ അടുത്ത് അവതരിപ്പിക്കാം, യൂണിയൻ ലീഡറിന്റെ അടുത്ത് അവതരിപ്പിക്കാം. യൂണിയൻ ലീഡർ എന്ത് ചെയ്യും? മാനേജ്മെന്റിന്റെ മുമ്പാകെ ഈ പറയുന്ന എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ്? അവതരിപ്പിക്കും. അങ്ങനെ ഈ പറയുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങളുടെ ഒരുമിച്ച് എന്ത് ചെയ്യപ്പെടാണ്? പരിഹരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതുകൊണ്ടാണ് ആ പേര് കളക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. കളക്റ്റീവ് ബാർഗൈനിങ്. ക്ലിയർ ആയല്ലോ? In this method of grievance resolution, issues of various employees are resolved together. കേട്ടോ, ഒരുമിച്ച് പരിഹരിക്കുക. അപ്പൊ അവർക്കൊരു എംപ്ലോയിയുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും, അതൊരു യൂണിയൻ ലീഡർ ഉണ്ടായിരിക്കും. ആ യൂണിയൻ ലീഡറോട് എംപ്ലോയീസ് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നു. ലീഡർ എന്ത് ചെയ്യാണ്? അത് മാനേജ്മെന്റിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. അതിലൂടെ വിവിധ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുമിച്ച് കണ്ടെത്തും. ദാറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് ബാർഗൈനിങ്. Then second one എന്ന് പറയുന്നത് മീഡിയേഷൻ ആണ്. സെക്കൻഡ് വൺ എന്താണ്? മീഡിയേഷൻ. മീഡിയേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കുക, അതായത് ഇത് സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ മീഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കാം. എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഔപചാരികമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു, എന്നിട്ടും നമുക്ക് അതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടിയില്ല. ആ പരാതികള് അതേപടി നിലനിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന കക്ഷികള് സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലെയാണ് നമ്മൾ മീഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ മാനേജ്മെന്റ്, അതായത് എംപ്ലോയേഴ്സ്, ഓക്കെ, മാനേജ്മെന്റും ഈ പറയുന്ന എംപ്ലോയേഴ്സും തമ്മിലൊരു എന്തുണ്ട്? ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്കിടയിൽ ഒരു ഗ്രീവൻസസ് ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? സാധാരണ ഗ്രീവൻസ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ മുമ്പാകെ നമ്മൾ അത് അവതരിപ്പിക്കും. പക്ഷെ കമ്മിറ്റിക്ക് അതിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അപ്പൊ എന്തുണ്ടായി? വീണ്ടും ആ പ്രശ്നങ്ങൾ അതേപടി അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് ഈ ഇരു കക്ഷികളും, അതിൽ ഏതെങ്കിലും ഒരു കക്ഷിയാവാം, ചിലപ്പോൾ മുന്നോട്ട് വന്ന് സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതി, അതാണ് എന്ത്? മീഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ മൂന്നാമതൊരു വ്യക്തിയുടെ ഹെൽപ്പ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. എന്താണ്? ഓക്കെ. അപ്പം അതാണ് പറയുന്നത്, മൂന്നാമതൊരു കക്ഷിയുടെ സഹായം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അത് ആ ഒരു ഗ്രീവൻസ് നമ്മൾ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി നമ്മൾ പ്രസന്റ് ചെയ്തു. പക്ഷെ കമ്മിറ്റിക്ക് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ പറ്റിയില്ല. നമ്മുടെ പ്രശ്നങ്ങള്, നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതേപടി നിലനിൽക്കും. അപ്പൊ ഞാൻ മുൻകൈ എടുത്ത് ഞാൻ പറയാണ് നമുക്കിത് സോൾവ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ സമ്മതപ്രകാരമുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്താം. അപ്പൊ ഞാൻ മുൻകൈ എടുക്കാം, ചിലപ്പോൾ ഞാനായിരിക്കില്ല മുൻകൈ എടുക്കുന്നത്, നിങ്ങളായിരിക്കും മുൻകൈ എടുക്കുന്നുണ്ടാവാം. എങ്ങനെയാണെങ്കിലും സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കേട്ടോ. ആ ഒരു രീതിയെയാണ് നമ്മൾ മീഡിയേഷൻ എന്നതിന്റെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് എ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാന്നുള്ളതാണ് കേട്ടോ. So it is a voluntary method of grievance handling which comes into play when the grievance stays as it is even after the formal procedure is undertaken to resolve it. അതായത് നമ്മൾ പരാതികൾ പരിഹരിക്കാൻ ഔപചാരികമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പരാതികൾ അതേപടി നിലനിൽക്കുകയാണെങ്കിൽ സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ മീഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But it is used before opting for an unbiased third party representative. നമ്മൾ മൂന്നാമതൊരു കക്ഷിയെ അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മൂന്നാമതൊരു കക്ഷിയെ, ഒരു തേർഡ് പാർട്ടിയുടെ സഹായം നമ്മൾ അവിടെ തേടുന്നില്ല. അതിക്ക് മുമ്പാകെ തന്നെ നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. ദാറ്റ് ഈസ് കോൾഡ് മീഡിയേഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? രണ്ട് മെത്തേഡ് ഓക്കെ ആണോ? എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. എല്ലാം കൂടെ കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് ഓക്കെയാണ്, മീഡിയേഷനും ഓക്കെയാണ്. ഇനി പറയുന്ന മൂന്നെണ്ണം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ആണിത് കൺസീലിയേഷൻ. കൺസീലിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാം അനുരഞ്ജനം. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അനുരഞ്ജനത്തിലെത്താം എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കൺസീലിയേഷൻ നോക്കുക. അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, കൺസീലിയേഷൻ is the practice by which the services of a neutral third party are used in a dispute as a means of helping the disputing parties to reduce the extent of their differences and to arrive at an amicable settlement of agreement solution.
and it is a process of rational and orderly discussion of differences between the parties to a dispute under the guidance of a conciliator. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇത് കൺസിലിയേഷൻ എന്ന് പറഞ്ഞ അനുരഞ്ജനം എന്നുള്ള ആണ്. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡെഫിനേഷൻ അനുസരിച്ച് കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മൂന്നാമതൊരു കക്ഷി എന്ന് പറഞ്ഞാൽ ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സേവനം നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഞാനും നിങ്ങളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളെല്ലാം സോൾവ് ചെയ്യുന്നത് പകരം ഒരു തേർഡ് പാർട്ടിനെ പുറത്തുനിന്ന് വരികയാണ്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളായിരിക്കും? നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് എന്നോടോ നിങ്ങളോടോ പ്രത്യേകമായിട്ടൊരു പക്ഷപാതപരമായിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കരുത്. അങ്ങനെ ആവരുതല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായിട്ട് ചേരും, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചേരും. അപ്പൊ നമുക്കൊരു നീതിയുക്തമായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല, അല്ലെ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി, നിഷ്പക്ഷരായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ സേവനം നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന തർക്കങ്ങളും ഇരു കക്ഷികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നതിനും അതിലൂടെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താനും സാധിക്കും. ഓക്കെ, അതാണ് ഒരു പ്രത്യേകത. അപ്പോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ആ ഒരു മൂന്നാമത് വരുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നമ്മൾ കൺസീലിയേറ്റർ എന്നാണ് പറയുക. എന്താണ് പറയാ? കൺസീലിയേറ്റർ എന്നാണ് പറയാ, അനുരഞ്ജനൻ എന്നാണ് പറയുക. അപ്പൊ ഈ കൺസീലിയേറ്ററിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി ആണെന്നുള്ളത് നമുക്കറിയാം. ഇദ്ദേഹം ജസ്റ്റ് ഒരു ഫെസിലിറ്റേഷൻ മാത്രമാണ്, ഫെസിലിറ്റേഷൻ അല്ല, ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാമതൊരു ഒരാൾ വരെയാണ്, ഒരു കൺസീലിയേറ്റർ വരെയാണ്. കൺസീലിയേറ്റർ വന്നിട്ട് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊരിക്കലും കൺസീലിയേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നില്ല. പകരം എന്താണ്, നമുക്കിടയിൽ ഒരു മധ്യസ്ഥത വഹിക്കുന്നു എന്ന് മാത്രമേ. നമുക്കിടയിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ഒരു വലിയൊരു വാക്തർക്കം ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് നമുക്കിടയിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു റോള് മാത്രമാണ് ആര് ചെയ്യുന്നത്? കൺസീലിയേറ്റർ ചെയ്യുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടൊരിക്കലും കൺസീലിയേറ്റർ വന്നിട്ട് ഞാനൊരു സൊല്യൂഷൻ പറയാം, നിങ്ങൾ ഇത് ഫോളോ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യൂ, അങ്ങനെ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് അദ്ദേഹം ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ രണ്ടു കൂട്ടർക്കും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നതിനെയാണ് കൺസീലിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു കൺസീലിയേറ്ററിന്റെ മാർഗനിർദ്ദേശത്തെ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസത്തെ വളരെ യുക്തിസഹമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ സോൾവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് കൺസീലിയേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? കൺസിലിയേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഒരു തേർഡ് പാർട്ടിയുടെ, ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയുടെ സേവനം നമ്മൾ ജസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നു, ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ, അത്രയേ ഉള്ളൂ. ഒരു സേവനം ഉപയോഗപ്പെടുത്തുന്നു, അതിലൂടെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഇനി നോക്കിയേ. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ തേർഡ് പാർട്ടി ആഫ്റ്റർ അനലൈസിംഗ് ദ കോൺഫ്ലിക്റ്റ് process a solution to the conflict with an intent that both the parties involved in conflict give their consent to it. അതായത് വേറൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന തേർഡ് പാർട്ടി, ഓക്കെ, ആ തേർഡ് പാർട്ടി എന്ത് ചെയ്യാണ്? നമുക്കിടയിലുള്ള, നമുക്ക് മീൻസ് ഈ ഇരു കക്ഷികൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാണ്, വിശകലനം ചെയ്തിട്ട് അതിൽ നിന്നും രണ്ട് പാർട്ടികളുടെയും സമ്മതം ലഭിക്കണം എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താണ്. ഞാൻ പറഞ്ഞു, അവരെല്ലാം സൊല്യൂഷൻ പറയുന്നത് ജസ്റ്റ് ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. രണ്ടു കൂട്ടരുടെയും സമ്മതം വേണം, അത് നിർബന്ധമാണ്. ഇരു കക്ഷികളുടെയും സമ്മതം വേണം എന്നുള്ള ഒരു ധാരണയുടെ അവർക്കിടയിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് ദിസ് മെത്തേഡ് ഈസ് ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട്സ് ആസ് സൂൺ ആസ് പോസിബിൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ലോങ് ടേംസ് സ്ട്രൈക്സ് എക്സെട്ര ഓർ ടു റെഡ്യൂസ് ഇറ്റ്സ് ഡ്യൂറേഷൻ ഇൻ ദിസ് ഹാപ്പൻസ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലോക്കൗട്ടുകൾ ഒഴിവാക്കാനാണ്. ലോക്കൗട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കങ്ങൾ വന്നാൽ ചിലപ്പോൾ തൊഴിലുടമ എന്ത് ചെയ്യും? ചിലപ്പോൾ സ്ഥാപനം പൂട്ടിയിടും, അല്ലെ? ഇനിയിപ്പോ ഇവിടെ ആളുകൾ ആരും ജോലിക്ക് വരണ്ട എന്നുള്ള ആ ഒരു ആശയപ്പുറത്ത് ചിലപ്പോൾ സ്ഥാപനം പൂട്ടിയിടാം, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടും. അപ്പൊ പണിമുടക്കുകൾ വരാം, സ്ട്രൈക്കുകൾ വരാം, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ, അതിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ?
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആർബിട്രേഷനും അഡ്ജൂഡിക്കേഷനും ആണ്. ആർബിട്രേഷനും അഡ്ജൂഡിക്കേഷനും ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. നാലാമത്തെ പോയിന്റ് പറയാം, ആർബിട്രേഷൻ. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ this process of grievance handling takes place with the help of an unbiased third party which studies the issue and provides the parties with an impartial solution. Arbitration should not be confused with a formal court system and hence its decisions are not compulsory all the time. അത്രയേ ഉള്ളൂ. അപ്പൊ ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ കൺസിലിയേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സേവനം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കൺസിലിയേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റഡ് റോള് മാത്രമേ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആർബിട്രേഷൻ അങ്ങനെയല്ല, നമ്മൾ മൂന്നാമതൊരു കക്ഷിയുടെ സേവനം കൂടുതൽ ഉപയോഗിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാമോ? ഇദ്ദേഹം ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ ഇഷ്യൂവിനെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യും. ഓക്കെ, അതിനെ അനലൈസ് ചെയ്തിട്ട് രണ്ടു കൂട്ടർക്കുമായിട്ട് ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. ഇദ്ദേഹം ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യാണ്? ഓഫർ ചെയ്യാണ്. അത് ഇംപാർഷ്യൽ ആയിട്ടുള്ള രീതിയിൽ, അതായത് രണ്ടു കൂട്ടർക്കും ഒരു പക്ഷപാത രഹിതമായിട്ടുള്ള രീതിയിൽ ഒരു സൊല്യൂഷൻ അദ്ദേഹം എന്ത് ചെയ്യാണ്? കണ്ടെത്തി കൊടുക്കുക. ഓക്കെ, എവിടെ പോകുന്നില്ല? കോർട്ടിലേക്ക് പോകുന്നു. കോടതിയിൽ പോകാതെ തന്നെ രണ്ട് കക്ഷികളുടെയും എന്താണ് രണ്ട് കക്ഷികൾക്കുമായിട്ട് ഒരു ഇംപാർഷ്യൽ സൊല്യൂഷൻ ആര് കണ്ടെത്തി കൊടുക്കാണ്? ഒരു തേർഡ് പാർട്ടി കണ്ടെത്തി കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആർബിട്രേഷൻ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഫോർമൽ കോർട്ട് സിസ്റ്റം. ഈ ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഔപചാരികമായിട്ടുള്ള കോടതി അന്തരീക്ഷത്തിലല്ല നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയിലോട്ടൊന്നും പോകുന്നില്ല. കോടതിയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്യാണ്? പരിഹാരം കണ്ടെത്താണ്. അതുകൊണ്ട് തന്നെ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു കോടതി അന്തരീക്ഷത്തിലല്ല ഇത് നടക്കുന്നത്. സോ ഹെൻസ് ഇറ്റ്സ് ഡിസിഷൻസ് ആർ നോട്ട് കമ്പൽസറി ഓൾ ദി ടൈം. അതുകൊണ്ട് തന്നെ അതിന്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും നിർബന്ധിതമാകണമെന്നില്ല. അപ്പൊ നമ്മളൊരു കോടതി ഒരു തീരുമാനം പറയുകയാണെങ്കിൽ ഇരു കക്ഷികളും നിർബന്ധമായിട്ട് അത് പാലിക്കണം. അത് മസ്റ്റ് ആണ്, കാരണം ഒരു കോർട്ട് ഓർഡർ ആണ്. പക്ഷെ ഈ ഒരു കോർട്ടിന്റെ സാന്നിധ്യത്തിലല്ല നടക്കുന്നത്, ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അതെന്തല്ല, നിർബന്ധിതമല്ല. അത് വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇതാണ് ആർബിട്രേഷന്റെ പ്രത്യേകത. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ത്? അഡ്ജൂഡിക്കേഷൻ. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അഡ്ജൂഡിക്കേഷൻ, ജുഡീഷ്യറി എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? അത് ഫോർമൽ കോർട്ട് സിസ്റ്റം. അത് തീർച്ചയായിട്ടും എന്താണ്? ഒരു നല്ലൊരു കോടതിയിൽ തന്നെയാണ് അത് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പൊ കോടതിയിൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി മേ ബി ജഡ്ജ് ആയിരിക്കാം. ജഡ്ജ് ആയിരിക്കും. അതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. അവിടെ നമ്മൾ ഒരു സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ആ സൊല്യൂഷൻ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. കാര്യം ഇതെന്താണ്? ഇതൊരു കോർട്ട് ഓർഡറാണ്. അതാണ് ആർബിട്രേഷനും അഡ്ജൂഡിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ അഡ്ജൂഡിക്കേഷൻ നമുക്ക് വായിക്കാം. ഇൻ ദിസ് മെത്തേഡ് ആൾസോ ദ ഗ്രീവൻസസ് ആർ റിസോൾവ്ഡ് ബൈ ദ ഇന്റർഫറൻസ് ഓഫ് എ തേർഡ് പാർട്ടി. ബട്ട് ഹിയർ ദ തേർഡ് പാർട്ടി ഈസ് എംപ്ലോയ്ഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഡിസിഷൻസ് ആർ ആൾസോ ബൈൻഡിങ്. കണ്ടോ, ഇവിടെ നമ്മൾ ഒരു മൂന്നാമതൊരു കക്ഷിയുടെ സഹായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കക്ഷിനെ ആരാണ് നിയമിക്കുന്നത്? ഗവൺമെന്റ് ആണ്. മിക്കവാറും അതൊരു ജഡ്ജ് ആയിരിക്കും. അദ്ദേഹം ഒരു തീരുമാനം കൊടുക്കണം. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് ഡിസിഷൻ ആണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അത് നിർബന്ധമായിട്ടും ഇരു കക്ഷികളും പാലിച്ചിരിക്കണം. അതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. പക്ഷേ sometimes the consent of parties involved is asked before referring the grievances to adjudication, and sometimes the government can refer it on its own. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോ കോർട്ടിലേക്ക് പോകുന്നുണ്ട്, കോടതി അന്തരീക്ഷത്തിലാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നതെങ്കിൽ കൂടിയും രണ്ടു കൂട്ടരുടെ സമ്മതം അത് ചോദിക്കാറുണ്ട്. ഇരു കക്ഷികളുടെ സമ്മതമാണോ എന്നുള്ളത് ചോദിച്ചതിന് ശേഷം മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഗവൺമെന്റ് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. പക്ഷെ അവരുടെ ഒരു ഭാഗമായിട്ട് അവർ രണ്ട് കക്ഷികളുടെ സമ്മതം ചോദിക്കുന്നുണ്ട്. അതാണ് എന്ത്? അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 5 മെത്തേഡുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലായോ? കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീവനക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ എന്താണ് ഒരുമിച്ച് പരിഹരിക്കുന്നതിന് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയും.
മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഔപചാരിക എന്താണ് ഈ പറയുന്ന പരാതി പരിഹാര മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സ്വമേധയാ പ്രശ്നങ്ങൾ, അതായത് ഇരു കക്ഷികളിൽ ആരെങ്കിലും എടുത്ത് സ്വമേധയാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. കൺസീലിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺസീലിയേറ്റർ ഉണ്ട്, ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ റോൾ എന്ത് മാത്രമാണ്? ജസ്റ്റിസ് ഫെസിലിറ്റേറ്റ്. അത്രേ ഉള്ളൂ. അവരുടെ ഇടയിലുള്ള ചർച്ചകളൊന്നും ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള റോള് മാത്രം അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു സൊല്യൂഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഓഫർ ചെയ്യുന്നില്ല. എന്നിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാണ് കൺസീലിയേഷൻ. നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ പറയുന്ന സ്ട്രൈക്കുകള്, ലോക്കൗട്ടുകള് അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ആർബിട്രേഷൻ ആണ്. അവിടെ ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയുടെ സേവനം നമ്മൾ ഉപയോഗിക്കുന്നു. അദ്ദേഹം എന്താണ്, ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തിക്കൊടുക്കുന്നു. ഇതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലല്ല നടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ തീരുമാനങ്ങൾ നിർബന്ധിതം. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്, ജുഡീഷ്യറിയാണ് അല്ലെ. അവിടെ നമ്മൾ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആണ്. അദ്ദേഹം എന്തായിരിക്കും? ജഡ്ജായിരിക്കാം അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു തീരുമാനം പറയുന്നു, അതിലെ കക്ഷികൾ നിർബന്ധമായിട്ട് പാലിക്കണം. കാര്യം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫോർമൽ കോർട്ട് സിസ്റ്റം. അതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ ഓക്കെ. ക്ലിയർ ആണെന്ന് വെച്ചാൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം ഫോർത്ത് പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് രണ്ട് കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ, ഇപ്പൊ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കാം. ആ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ മൂന്നാമതൊരു കക്ഷിയുടെ സേവനം ഉപയോഗിക്കുകയാണ്. ഒരു തേർഡ് പാർട്ടിയുടെ സഹായം നമ്മൾ ഉപയോഗിക്കും. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? രണ്ടു കൂട്ടരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് രണ്ടു കൂട്ടർക്കും ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. രണ്ടു കൂട്ടർക്കും ഒരുപോലെ എന്താണ് സ്വീകാര്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആര് കണ്ടെത്തി കൊടുക്കും? തേർഡ് പാർട്ടി കണ്ടെത്തി കൊടുക്കും. പക്ഷെ ഇതെന്താണ്? ഇതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലല്ല നടക്കുന്നത്. കോടതിയിൽ പോകുന്നില്ല, കേസ് കോടതിയിൽ പോകുന്നില്ല. കോടതിയിൽ പോകാതെ തന്നെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താണ്. അപ്പൊ ഇത് കോർട്ട് സിസ്റ്റത്തിൽ നടക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ തീരുമാനങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് വേണമെങ്കിൽ ഈ കക്ഷികൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കേണ്ട, അത്രയേ ഉള്ളൂ. കാരണം ഇത് കോർട്ട് സിസ്റ്റത്തിലല്ല നടക്കുന്നത്. ഓക്കെ, അതാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായ അരുണിന്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും താങ്കൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം.